ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രതികരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തെ 1/3 കുറയ്ക്കാൻ സാധിച്ചുവെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു. ചേലക്കരയിൽ മികച്ച രാഷ്ട്രീയ പോരാട്ടം നടത്താൻ സാധിച്ചതായും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയോടും മുന്നണിയോടും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ്. സഹപ്രവർത്തകർ 2 മാസത്തോളം നടത്തിയ കഠിനമായ പ്രവർത്തനത്തിനും നന്ദി പറയുകയാണെന്നും രമ്യ ഹരിദാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 2021 ഇടതുപക്ഷത്തിന്റെ 4000-ഓളം വോട്ടുകളിൽ 1/3 മാത്രമേ അവർക്ക് നേടാനായിട്ടുള്ളൂ. UDF-നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. വോട്ടിംഗിന്റെ വ്യത്യാസം ബൂത്തുകളുടെ കണക്കെടുപ്പിന് ശേഷമേ പറയാനാകൂ എന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു. അതേസമയം 12,201 വോട്ടുകൾക്കാണ് UR പ്രദീപ് ജയിച്ചത്. കെ രാധാകൃഷ്ണന്റെ കോട്ടയാണോ CPM കോട്ടയാണോ എന്ന് തെളിയിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇവിടെയും CPM ജയിക്കുകയാണ്. 2016 LDF തരംഗത്തിൽ 10,200 വോട്ടിന് UR പ്രദീപ് ജയിച്ച സീറ്റ് രാധാകൃഷ്ണൻ മടങ്ങി വന്നപ്പോൾ ഭൂരിപക്ഷം 39,000 കടന്നിരുന്നു. ഏകദേശം 3.5 ഇരട്ടി. ഇത്തവണ ലീഡ് കുറഞ്ഞെങ്കിലും പ്രതികൂല കാലാവസ്ഥ ഏറെയായിരുന്നു. അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണന് കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും അഭിമാന പോരാട്ടത്തിൽ വിജയം ഉറപ്പിക്കുകയാണ്. രാധാകൃഷ്ണന് 39,000 ഭൂരിപക്ഷമുണ്ടായിരുന്നത് ഈ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ചിട്ടും 5,000 ചുരുങ്ങി. ഈ ലീഡിന് അപ്പുറത്തേക്ക് പ്രദീപ് കടക്കുന്നുവെന്നതാണ് ശ്രദ്ധേയം. വിവാദങ്ങളുടെ കുത്തൊഴുക്കിലും ചേലക്കരയുടെ ചുവപ്പുമായാതെ നിന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് പാർട്ടി സമ്മേളനങ്ങളിൽ അത് കൂടുതൽ കരുത്തു പകരും. ചേലക്കരയിൽ തമ്പടിച്ച് പ്രചരണം നയിച്ചത് മുഖ്യമന്ത്രിയായിരുന്നു.